പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഇരുട്ടുള്ള റൂമിൽ അവർ നിസ്കരിക്കുന്നതാണ് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാളും അവർക്ക് കൂലിയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ജീവിതത്തിന്റെ ഒരു ആനന്ദമാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യലാണ്. ഇത് ബോധിച്ചവർക്ക്, അനുഭവിച്ചവർക്ക് രാത്രികാലങ്ങളിലെ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. തഹജ്ജുദിന് ഒരു മധുരമുണ്ട്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം മുഅ്മിനായ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും അത് നഷ്ടപ്പെടുമ്പോൾ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, രാത്രികാലങ്ങളിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരും. പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ തരും, രോഗങ്ങൾ വരാതിരിക്കും. അള്ളാഹുവിനത് പൊരുത്തമാണ്, സ്വർഗമാണ് അതിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രാത്രി നിസ്കരിക്കുമ്പോഴേ ഉറക്കത്തിന് എഴുന്നേറ്റ് നമ്മൾ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ബ്രഷ് ചെയ്യാതെ ആയിരിക്കും നിസ്കരിക്കാൻ പോവാ. ഒരു കാര്യം ചെയ്യണം, ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക, അത് സുന്നത്താണ്. من قام إذا قام أحدكم يصلي من الليل فليستك. നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ, ഫൽയസ്തക്, മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യണം. എന്തുകൊണ്ട്? ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ, വളഅ മലകുൻ ഫാഹു അലാ ഫീഹി, ഓതുന്ന ആളിന്റെ വായയോട് അള്ളാഹുവിന്റെ മലക്കിന്റെ വായ ചേർത്ത് വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യഖ്റുജു മിൻ ഫീഹി ഷൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്, വായയിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും അത് മലക്കിന്റെ വായയിലേക്ക് ആവുന്നുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഫഇന്നൽ മലായിക തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് വെറുപ്പുള്ളത്, ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ്. വായനാറ്റം മനുഷ്യർക്ക് ബുദ്ധിമുട്ടല്ലേ, എന്ന പോലെ മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കും ഖുർആൻ ഓതുമ്പോ. അപ്പൊ വായിൽ നിന്ന് മോശപ്പെട്ട ഗന്ധമുണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ഫൽയസ്തക്, മിസ്വാക്ക് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ശീലമാക്കുക. മിസ്വാക്ക് കൂലിയാണ്. തങ്ങൾ പറയുമായിരുന്നു, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് വിചാരിച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ما تصدق أحد بصدقة من طيب ولا يقبل الله إلا الطيب إلا أخذها الرحمن بيمينه وإن كانت تمرة فتربو في كف الرحمن حتى تكون أعظم من الجبل كما يربي أحدكم فلوه أو فصيله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്ന മാസമാണിത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദാനം ചെയ്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ദാനശീലം ഹബീബിൻ്റെതാണ്. ലൗ ലം യകുൻ ഫീ കഫിഹി ഗൈറു റൂഹിഹി ലജാദാ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലുഹു. എന്താണോ എന്താണോ ചോദിച്ചു വരുന്നത് അത് തങ്ങൾ എടുത്തു കൊടുക്കും, തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ ത്വയ്യിബിൻ, നല്ല ഹലാലായത് അല്ലാഹുവിന് പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ, വലാ യഖ്ബലു അല്ലാഹു ഇല്ല ത്വയ്യിബ്, ഏറ്റവും നല്ലതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്കുക, അങ്ങനെ ആവരുത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കീറിയ കുപ്പായം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയണേ, ഈ കീറിയ കുപ്പായം, അന്നൊക്കെ കീറുന്ന കുപ്പായൊക്കെ തുന്നിയിട്ട് ആൾക്കാർ ഉപയോഗിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, സൂചി നൂലും ഒരു വീട്ടിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ കൊണ്ടുപോയി മാറ്റാൻ തുടങ്ങിയത്. നമ്മളൊക്കെ തുന്നി നടന്നത്. യാ അല്ലാഹ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, ഞാനിത് ദാനം ചെയ്യട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. പിന്നെ ഞാൻ ചിന്തിക്കും, പടച്ചോനെ, നാളെ ഖിയാമത്ത് നാളിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ സ്വതക്ക അല്ലാഹ് എടുത്തു കാണിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ കീറിയ കുപ്പായല്ലേ അല്ലാഹ് കാണിച്ചു കൊടുക്കുക.
അത് മടിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കുകയാണ് യാ അല്ലാഹ്. കാരണം കീറിയത് കൊടുക്കുന്നത് മോശമല്ലേ, നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, നമുക്കിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുക, അതിന് വലിയ കൂലിയാണ്. അത് ഈത്തപ്പഴമാണെങ്കിൽ തന്നെയും കാരുണ്യവാനായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് കൊടുത്താൽ ഒരു 10 രൂപ കൊടുത്തു, 100 രൂപ, 1000 രൂപ കൊടുത്തു, 1,00,000 കൊടുത്തു, അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല, അതിനെ അള്ളാഹു വളർത്തും. ഒരു പർവ്വതത്തിനേക്കാളും വലുതായിട്ടത് വളർന്നു വരും. തങ്ങൾ പറയാ എന്ന് പറഞ്ഞാൽ കുതിരയുടെ കുട്ടിക്കാ പറയാ. കുതിരയുടെ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞ് വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അള്ളാഹു വളർത്തി മല പോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിപ്പോയ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. നമ്മൾ കേട്ട സംഭവമായിരിക്കും അല്ലേ? ഒരു പാറന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി 3 പേരും അവരവരുടെ അമലുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിൽ ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു? അല്ലാഹുവേ കാനലി അജീർ, എനിക്ക് ജോലിയെടുക്കാൻ വന്ന ഒരു ജോലിക്കാരൻ അന്ന് വേതനം വാങ്ങാതെ അയാൾ പോയി. റബ്ബേ, ആ മനുഷ്യന്റെ വേതനം ഞാൻ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല അത് ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒരാടിനെ വാങ്ങിച്ചു. ആ ആടിന് കുഞ്ഞുണ്ടായി, 2 എണ്ണമായത്. വീണ്ടും അതിന് മക്കളുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞ് അല്ലാഹുവേ, എനിക്ക് ജോലി ചെയ്ത മനുഷ്യൻ എന്നെ തേടി വന്ന് എന്നോട് ചോദിച്ചു, എന്റെ ഒരു ദിവസത്തെ കൂലി എവിടെ എന്ന് ചോദിച്ചപ്പോ, അല്ലാഹുവേ, 2 മലനിരകൾക്കിടയിൽ താഴ്വാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന 100 കണക്കിന് ആട്ടിൻപറ്റങ്ങളെ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ ഒരു ദിവസത്തെ വേതനം അതാ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ചോദിച്ചു, എന്നെ കളിയാക്കണോ? ഒരു ദിവസത്തെ വേതനമല്ലേ ഞാൻ ചോദിക്കുന്നത്? ഈ ആടുകളൊക്കെ? അതെ, നിന്റെ ഒരു ദിവസത്തെ വേതനം അത് ഞാൻ നിനക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നു. അത് പെരുത്ത് ഒരുപാട് എണ്ണമായി. ഇത് മുഴുവൻ നിന്റേതാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ ഒരാട് പോലും അവിടെ ബാക്കി വെക്കാതെ തന്റേതാണെന്നറിഞ്ഞപ്പോ എല്ലാം കൊണ്ടുപോയി. റബ്ബേ, എന്നോടൊരു നന്ദിവാചകം പോലും അയാൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചെയ്തത് റബ്ബേ നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ ഈ പാറക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ, ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ. അങ്ങനെ ആ പാറ ഒരൽപ്പം നീങ്ങി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജോലിക്കാരന്റെ ശമ്പളം എടുത്തു വെച്ചത് മാത്രമല്ല, അത് മൾട്ടിപ്ലൈ ചെയ്തു. അതൊരുപാടായി മാറി. ഒരു മനുഷ്യൻ ചെയ്യുന്ന വലിയ ത്യാഗമാണ്. അല്ല, അത്ഭുതം എന്താണെന്നറിയോ? എന്നാ മുതലാളി 2 ആടുംകുട്ടിനെ നിങ്ങൾ വെച്ചോളി എന്ന് പറയുന്നതൊരു മാന്യതയാണ്. അതുപോലും അയാൾ ചെയ്തില്ല. പക്ഷെ ഇയാൾക്ക് അതുകൊണ്ട് വിഷമൊന്നും ഉണ്ടായില്ല. ഞാൻ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് റബ്ബേ, നിനക്ക് വേണ്ടി ചെയ്തതാണ്. ആ മനുഷ്യന് നന്ദി ചെയ്യണമെന്നോ എനിക്ക് ഒരു ലൈക്ക് അടിക്കണമെന്നോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കാര്യം ചെയ്യുമ്പോഴേക്കും ലൈക്ക് കിട്ടിക്കണോ? ഫേസ്ബുക്കിലൊക്കെ രാവിലെ ഓടിയിട്ട് അത്താഴത്തിന് എണീക്കുമ്പോൾ അത് നോക്കല്, ലൈക്ക് വന്നിട്ടുണ്ടോ, എത്ര ആളിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എത്ര ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ആൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. യാ അല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത് ചെയ്യായും വരുന്നതും വരാത്തതും അതൊന്നും പിന്നെ ആലോചിക്കരുത്. അങ്ങനത്തെ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടേ ഇതിന് ആരൊക്കെ ഫോർവേഡ് ചെയ്ത് എത്ര ആളിത് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളമിറക്കുന്ന മനുഷ്യന്മാർ, ഇതൊരു അസുഖമാണ്. ഇതൊരു ഭയങ്കര അസുഖമാണ്. സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് തൻ്റേത് ആരൊക്കെ കണ്ടു, എത്ര പേര് കണ്ടു, എത്ര പേര് അത് വീക്ഷിച്ചു, എത്ര പേര് കമന്റ് ചെയ്തു, എത്ര പേര് നല്ല കമന്റ് ചെയ്തു, ഇതൊക്കെ വായിച്ചു നോക്കിയിരിക്കുകയാണ്. സമയം കളയരുത്. നന്മ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്തോളൂ. അതുകൊണ്ടാണ് നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് കൂലിയുണ്ട്. നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീട് പണി നടക്കുകയാണ്. ഇതാ നിങ്ങളുടെ വക ഒരു പാത്രം, ഒരു ഡിന്നർ സെറ്റ് അല്ലേ, ഒരു ക്ലോക്ക്, ഒരു സ്പൂൺ, എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ വല്ല കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ കയറി കൊണ്ടുപോയി കൊടുക്കുക. ആയിക്കോട്ടെ, അവനവന്റെ ആപതും തോഫീക്കൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണതെങ്കിൽ പൈസ പോയി. ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ ഇട്ട് നിങ്ങളെ പൈസ പോയി.
നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവേ, ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ, എന്തെങ്കിലും വലിയ ചെലവുള്ള സമയമല്ലേ, അപ്പോൾ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ. എന്താ അവിടെ കുറവുള്ളത്? ഓരോ സാധനങ്ങൾ ചോദിക്കുന്നു, അത് ഞാൻ വാങ്ങിച്ചു തരാം. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്മനസ് തോന്നിയില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. നിങ്ങളത് ചെയ്യുമ്പോൾ നാളെ എൻ്റെ മകൻ്റെ വീട് പണി നടക്കുമ്പോൾ പടച്ചോനെ ഇതിൻ്റെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നിയ്യത്തോട് കൊടുത്താൽ തീർന്നു. അതൊന്നും ചെയ്യണ്ട. പറ്റൂലേ? ചെയ്യാതിരുന്ന പോരെ. നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമലു സ്വാലിഹാത്ത് നഷ്ടപ്പെടുന്നത്? ചെറിയ കുഞ്ഞ് ജനിച്ചു, ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം, 2 ഗ്രാം 3 ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ, വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നിയ്യത്ത് വേണ്ട എഴുതിച്ചോ കൊടുത്തേക്കണം. നമ്മള് എന്തിന്? അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമ്പോൾ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ. ഇല്ലേ, ആ കുടുംബം തന്നെ തെറ്റും. എന്ത്? ഞാൻ കൊടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് തന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കൊടുത്തത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടിയല്ല കൊടുത്തത്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്? അത് ബാക്കിയുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ കന്നുകാലികൾ, മൃഗങ്ങളെ നിങ്ങൾ വളർത്തി വലുതാക്കുന്ന പോലെ അള്ളാഹു നിങ്ങളുടെ ദാനധർമ്മം ജബലോളം, പർവ്വതത്തോളം അള്ളാഹു വളർത്തിത്തരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ത്വയ്യിബ്, നല്ലത്, നല്ല ത്വയ്യിബുൻ നഫ്സോടുകൂടെ, നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? ഒരുപാട് മാമൂലുകൾ. കുട്ടികൾക്ക് അഖീഖത്ത് അറക്കൽ സുന്നത്താ. അപ്പൊ എത്ര? 4 പോത്ത് 5 പോത്ത്. എന്തിനാ സംഭവം എന്നറിയോ? ഇതൊക്കെ പറഞ്ഞെടുക്കാൻ. ഇത്ര കിലോ ഇറച്ചി നമ്മൾ കൊടുത്തത്, തീർന്നു. ചില ഉമ്മാർക്കും വാപ്പാർക്കും അങ്ങനെ വാശി ഉണ്ടാവും. എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത്. എന്തിന്? അല്ലാഹു ലാ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. വലാകി യനാലുഹു തഖ്വാ മിൻകും. ഉദ്ഹിയത്തിനെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട്, ഇത്രയേ അള്ളാഹു നോക്കുന്നുള്ളൂ. ഇറച്ചിന്റെ കണക്കും കിൻഡലൊന്നും അള്ളാഹ്ക്ക് കേൾക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ, വെറുതെ കാര്യമില്ല. ആൾക്കാരാണെങ്കിൽ ഇറച്ചി എന്നിട്ട് ഫുള്ള് കൊളസ്ട്രോളാ. നാട്ടിൽ മുഴുവൻ സൽക്കാരവും കല്യാണങ്ങളും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മഖൂല, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ ആകുലുൽ ലഹ്മ ഫി ശഹരി ഇല്ലാ മറ. ഞാൻ മാസത്തിൽ ഒരിക്കലേ മാംസം തിന്നു. ഖുദ്വതൻ ബിസ്വാഹിബൈ. എൻ്റെ 2 കൂട്ടുകാരായ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖെന്നവരും മാസത്തിൽ ഒരു തവണയെ മാംസം കഴിച്ചിരുന്നുള്ളൂ. ഞാനും അങ്ങനെയേ കഴിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കാൻ നടക്കുമോ? നടക്കൂലല്ലേ? എത്ര കല്യാണം ഉണ്ടാവും ഒരു മാസം തന്നെ? അപ്പൊ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കഴിക്കാതെ വേറെ വിശക്കുന്നോ കഴിച്ചു പോയിക്കോട്ടെ, ആവശ്യത്തിന് കഴിച്ചാൽ പോരെ. മാംസം കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോവാണ്, അസുഖങ്ങൾ വന്നു വിടുകയാണ്. പുണ്യ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല എന്നാണ്. 2 മെയിൻ കോഴ്സ് ഭക്ഷണം, മുഴുവനായി വലിയ ഒരു ഭക്ഷണം നമ്മൾ ഉച്ച കഴിക്കുന്നു, അതുപോലെ രാത്രി കഴിക്കുന്നു. ഹത്താ ലഹഖ ബില്ലാഹ്. ഹഫ്സ ബീവിയോട് ചോദിക്കുകയാണ്, ഹഫ്സ ബീവി, നീ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച മോളല്ലേ മോളെ? റസൂലുള്ളാഹിന്റെ വീട്ടിലല്ലേ നീ ജീവിച്ചത്? നിന്റെ ഭർത്താവ് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹൽ ജമഅ ബൈന അശാഇൻ വഗദാ ഹത്താ ലഹഖ ബില്ലാഹ്. ഹബീബ് വഫാത്താകുന്നവരെ രാത്രിയിലും ഉച്ചക്കും 2 നേരം നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ലാ യാ അബതി ഇല്ല ഉപ്പ. അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കുകയാണോ? രാത്രി വളരെ കുറച്ച് മതി, വളരെ ചെറുത് മതി. ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ, എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ, കുഴപ്പമില്ല. നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും, നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുക. ഞാൻ പറഞ്ഞത് 2 കിൻഡലും 3 കിൻഡലും ഒക്കെ ഇറച്ചി വാരി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്തോളൂ. പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ. അല്ലെങ്കിൽ നിന്റെ മകളെ കെട്ടിച്ചു വിട്ട വീട്ടുകാർക്ക് ബോധം വെളുത്തെ, അല്ലെങ്കിൽ അവരൊന്ന് ഞെട്ടട്ടെ, ഇതൊന്നും ചെയ്യണ്ട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വൃഥാവിലാണ്, പൈസ അങ്ങ് നഷ്ടമാവാൻ, ആഖിറത്തിലേക്ക് കിട്ടൂല. മൻ തസദ്ദഖ ബിസദഖ. നിങ്ങളൊരു ദാനം ചെയ്തു, പടച്ചതമ്പുരാൻ നാളെ എനിക്ക് ഖബറിൽ ഇതൊരു തണലായി അള്ളാഹു മാറ്റിത്തരണം, എനിക്കൊരു റഹ്മത്തായി നാളെ കിട്ടണം.
എൻ്റെ മക്കൾക്കും കുടുംബത്തിനും തലമുറക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണം. അള്ളാഹുവേ, നിന്റെ വജ്ഹിന് വേണ്ടി നീ തന്നത് ഞാൻ നൽകുകയാണ്. അതിന് കൂലിയുണ്ട്. കുല്ലുംറിഇൻ തഹ്ത ദില്ലി സ്വദഖതിഹി യൗമൽ ഖിയാമ. ഓരോരുത്തരും ചെയ്ത സ്വദഖയുടെ തണലിലാണ് നാളെ ഖിയാമത്ത് നാളിൽ ആളുകൾ ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ മുസ്ലിമിൻ യഖ്റിദു മുസ്ലിമൻ ഖർദൻ മർറതൈൻ ഇല്ലാ കാന കസ്വദഖത്തിൻ മർറ. കടം കൊടുക്കുന്നത് നന്മയുടെ വഴികളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ദാനം ചെയ്യുന്ന പോലെ തന്നെ കൂലിയാണ് ഒരാൾക്ക് കടം കൊടുക്കുന്നത്. മാ മിൻ മുസ്ലിമിൻ യുഖ്രിദു മുസ്ലിമൻ ഖർദാ. നിങ്ങളുടെ കൂട്ടുകാരനായ ഒരു മുസ്ലിമിന് നിങ്ങളൊരു കടമായി നൽകുകയാണെങ്കിൽ 2 തവണ കൊടുത്തു, 1000 വെച്ചിട്ട്, ആ ഒരു തവണ നിങ്ങൾ നൽകിയത് ദാനം ചെയ്ത കൂലിയാണ്. റസൂലുള്ളാഹി നിങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ 2 തവണ കടം കൊടുത്താൽ അതിലൊന്ന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അത് നിങ്ങളുടെ ഹക്കാണ്, നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം. എന്നാൽ പോലും ദാനത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. വമൻ അല്ലറ മുഅ്സിറൻ, പൈസ നിങ്ങൾ കടം കൊടുത്തു, പക്ഷെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല, പ്രയാസത്തിലാണ്. അങ്ങനെ പ്രയാസത്തിലുള്ള ഒരാൾക്ക് നിങ്ങൾ സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുകയോ ഔ വളഅ അൻഹു, അല്ലെങ്കിൽ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കടം നിങ്ങൾ വൈവ് ഓഫ് ചെയ്യുകയോ ചെയ്താൽ, ഒഴിവാക്കി കൊടുത്താൽ, അദല്ലഹുല്ലാഹു ഫീ ദുല്ലിഹി യൗമ ലാ ദുല്ല ഇല്ലാ ദുല്ലഹ്, അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഹ്ശറയുടെ മൈതാനത്ത് അല്ലാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുതലാളിമാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അവരിന്ന് കടം വാങ്ങിച്ചു പോയവർ പ്രയാസത്തിലാണെങ്കിൽ, അവർക്കത് വീട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് വേറെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുണ്ടോ? 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ അവർക്ക് തരാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കുക, അല്ലേ നിങ്ങൾ തരേണ്ടതില്ല എന്ന് പറയാ. ഇത് 2നും കൂലിയാണ്. നിങ്ങൾക്ക് തരേണ്ട ദാനം, നിങ്ങളുടെ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ട് ആ മനുഷ്യൻ നിങ്ങൾക്കത് തിരിച്ചു തന്നില്ലെങ്കിൽ, ഏറെ വരുന്ന ഓരോ ദിവസവും ആ കൊടുത്ത പൈസ നിങ്ങൾ ദാനം ചെയ്ത കൂലി അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നും പരിശുദ്ധ ഹദീസിലുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഇന്നലെയായിരുന്നു, ആള് തന്നില്ല. 1 ലക്ഷം രൂപ നിങ്ങൾ കടം കൊടുത്തത്, അത് ഇന്നലെ കിട്ടേണ്ടതാ, കിട്ടിയില്ല. ഇന്നു മുതൽ എത്ര ദിവസം അത് ഡിലേ വരുന്നോ ആ ഓരോ ദിവസവും 1 ലക്ഷം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്ത കൂലിയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മഹല്ലുകളിലൊക്കെ പലിശരഹിത വായ്പാ പദ്ധതികളൊക്കെ ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് ആരംഭിക്കണം അതൊക്കെ. കാരണം ഏതിനും തൊട്ടതിനും പിടിച്ചതിനും പണയപ്പെടുത്താൻ വേണ്ടി ബാങ്കിലേക്ക് ഓടുന്ന ഒരു കാലമാണ്. പച്ചയായ ഹറാം, ഒരു സംശയമില്ല. പലിശന് എത്ര കുറവുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. കോട്ടൊക്കെ പോകണോ, ചെമ്മാട്ട ബാങ്ക് പോകണോ, തിരങ്ങാടി പോകണോ, അങ്ങനെ നമ്മൾ ആലോചിക്കുക. എന്തേ അവിടെ ഇച്ചിരി കുറവുണ്ട്? ഈ കുറവെന്ത്? പലിശയിൽ കുറവുണ്ട്. പലിശ ഇല്ല എന്നല്ല, പലിശ ചെറുതും വലുതും പലിശ തന്നെയാണ്. ഒരു മനുഷ്യൻ പൊരുത്തപ്പെട്ട് പറയാം, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ബാങ്കിന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്, എന്നാലും അത് ഹറാമാണ്. ഹറാം തന്നെയല്ലേ, നമുക്ക് പൊരുത്താന്ന് വിചാരിച്ചിട്ട് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൊക്കെ ഈ പലിശരഹിത വായ്പാ പദ്ധതികൾ, അതിൻ്റെ ചില റൂൾസ് ആൻഡ് റുട്ടീൻസ്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും വായ്പ എടുക്കാൻ പറ്റുന്ന വിധം, ഒരാൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഒരു പലിശയിലേക്ക് തള്ളിവിടാത്ത രീതിയിൽ അതിനെ സഹായിക്കണം. അതിനുള്ള സംവിധാനം നമ്മുടെ മഹല്ലുകളൊക്കെ ഒന്ന് ആലോചിക്കണം, അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. നമ്മുടെ സുഹൈൽ ബക്കറ്റേറ്റ് വന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട്. നമ്മളെ കടന്നു സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ അനുഗ്രഹം ചെയ്യണേ റബ്ബേ. അല്ലാഹു അവർക്കൊക്കെ നീ വലിയ നിഅമത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ചവർ, അല്ലാഹുവേ, നാളെ സിറാത്തിൽ നീ അവരെ കൈപിടിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗത്തിലെത്താനുള്ള ഭാഗ്യം അവർക്കും കൂടെ ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണേ തമ്പുരാൻ. നമ്മൾ ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ, അത് വലിയൊരു നിഅമത്താണ്. ആളുകൾ കടം വാങ്ങിച്ച് ആ കടം തിരിച്ചു കൊടുക്കാതെ വന്നതിന്റെ പേരിൽ എത്രയോ മുതലാളിമാർക്ക് കടം കൊടുക്കാൻ മടി വന്നിട്ടുണ്ട്. എന്തേ? കടം കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അത് തിരിച്ചു തരാൻ വേണ്ടിയല്ല ആളുകൾ വാങ്ങിക്കുന്നത്. വാങ്ങിക്കുന്ന ആളുകൾക്കോ അത് തിരിച്ചു കൊടുക്കണമെന്ന ചിന്തയുമില്ല. പിന്നെ ടെൻഷൻ അടിക്കുന്നത് ആരാ? കൊടുത്ത ആള്. വാങ്ങിച്ച ആളാണ് ടെൻഷൻ അടിക്കേണ്ടത്, പക്ഷെ കൊടുത്ത ആൾക്ക് അപ്പൊ ടെൻഷൻ. ചോദിച്ചാൽ പ്രശ്നമായി. നിന്റെ പൈസ നീ തിരിച്ചു തന്നില്ലല്ലോ, അത് എപ്പോഴാ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കായിട്ട് മാറാണ്. ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന്
നമസ്കാരത്തിന് ഇങ്ങനെയാണോ നമ്മൾ തിരിച്ചു മറുപടി പറയേണ്ടത്? അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്? അതുകൊണ്ട് അത് ധിക്കാരമാണ്. ഒരു ഫഖീറായ മനുഷ്യൻ ധിക്കരിക്കുന്ന അള്ളാഹുവിന്റെ വെറുപ്പാണ്. അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞത് അൽ ആയിലുൽ മുസ്തക്ബിർ. 5 പൈസ കയ്യിലില്ല, പക്ഷെ അഹങ്കാരം ഒരുപാടാണ്. അത്തരം ആളുകൾ അതിങ്ങനെയാണ്. കടം വാങ്ങിച്ചിട്ട് ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് ആ കടം തന്ന ആള് തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായി സൗമ്യമായി ഒരൽപ്പം കൂടെ സമയം ചോദിക്കുകയോ ക്ഷമാപണം പറയുകയോ ചെയ്യേണ്ടതിന് പകരം അവർക്ക് നേരെ മെക്കെട്ട് കയറുകയോ അവരെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ അവരോട് പിണങ്ങുകയോ ചെയ്യുന്നത് നന്ദികേടാണ്. മിനിമം അത് നന്ദികേടാണ്. നന്ദികേട് അല്ലാഹുവിന് ഇഷ്ടമല്ല. മല്ലം യശ്കുരിന്നാസ ഫലം യശ്കുരില്ലാ. ജനങ്ങളോട് നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നന്മയുടെ വഴികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടാണ്. നമ്മൾ മുഅ്മിനീങ്ങൾ പരസ്പരം ജീവൻ അവസാനിക്കുന്നത് വരെ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും ഒരു മുഅ്മിനായ മനുഷ്യനോട് ബാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തബിഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബാ. ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മയ്യത്തിന്റെ കൂടെ ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന നെയ്യത്തോടുകൂടെ ഒരു ജനാസയെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ജനാസകളായി മാറാൻ പോകുന്നവരാണ്. ജനാസകളായി മാറാൻ പോകുന്നവരാണ്. ജനാസ എടുത്തോ മയ്യത്തെടുത്തോ എന്ന് ചോദിക്കുന്ന സമയം വരും. മൻ തബിഅ ജനാസത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മരണശേഷം ആ ജനാസയെ ഒരാൾ അനുഗമിക്കുകയും ഈമാനൻ വഹ്തിസാബാ വകാന മഅഹാ ഹത്താ യുസല്ലി അലൈഹാ. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ തബിഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ വകാന മഅഹാ ഹത്താ യുസല്ലി അലൈഹാ. ഒരു മുഅ്മിനായ മനുഷ്യൻ വഫാത്തായാൽ ആ വഫാത്തായ മയ്യിത്തിന്റെ കൂടെ, ജനാസയുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി കൂടെ പോവുകയും നിസ്കരിക്കുകയും വയുഫറഗ മിൻ ദഫനിഹാ, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരാതെ ആ മയ്യിത്തിനെ മറവ് ചെയ്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരിയിടുന്നത് വരെ ആ മയ്യത്തിന്റെ കൂടെ നിങ്ങൾ നിന്നാൽ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖീറാതൈൻ, 2 മഹാമലകളോളം വരുന്ന പ്രതിഫലവുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. കുല്ലു ഖീറാത്തിൻ മിഥ്ലു ഉഹുദിൻ, ഓരോ ഖീറാത്തും ഉഹദ് മലയോളമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ച മയ്യിത്ത് അത് കാണുന്നില്ല. നമ്മൾ മരിച്ചൊരു മയ്യത്തിന് ജനാസയുടെ കൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും നിങ്ങളെ കാണുന്നുണ്ടാവില്ല, നിങ്ങൾ വന്നത് അറിയുന്നു പോലുമില്ല. പക്ഷേ നിങ്ങളാ വന്നത് ഈമാനൻ വഹ്തിസാബാ, അള്ളാഹു കൂലി നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. മുഅ്മിനായ ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാടാണത് എന്ന ബോധ്യത്തോടുകൂടെയാണെങ്കിൽ 2 മഹാമലകളോളം വരുന്ന പ്രതിഫലം ഒരു ജനാസയുടെ കൂടെ പോയാൽ അള്ളാഹു നൽകും. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരും. ചില ആളുകൾക്ക് മയ്യത്ത് മറവ് ചെയ്യുന്നവരെ കാത്തിരിക്കാൻ സമയമുണ്ടാവില്ല, അല്ലെങ്കിൽ സൗകര്യപ്പെടില്ല, അല്ലെങ്കിൽ ക്ഷമ കാണില്ല. അങ്ങനെ നിസ്കാരം മാത്രം നിർവഹിച്ച് തിരിച്ചു പോന്നാൽ അവർക്ക് ഒരു ഖീറാത്ത്. നബിയോട് ചോദിച്ചു, നബി എന്താണ് ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഖാല മിഥ്ലു ഉഹുദിൻ, ഉഹദ് മലയോളമുള്ള പ്രതിഫലം എന്നാണ് അതിനർത്ഥം. ഉഹദ് മലയോളമുള്ള പ്രതിഫലം. ഒരു ഉഹദ് മല, അത്രക്ക് നിസ്കരിച്ച ആൾക്ക് 2 എണ്ണം കിട്ടും. ദഫൻ ചെയ്ത മറവ് ചെയ്യുന്ന സമയം വരെ ജനാസയുടെ കൂടെ നിന്നാൽ ഇത് പുരുഷന്മാർക്ക് സാധിക്കുന്ന വലിയൊരു അമലാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിലേക്ക് അവർക്ക് വരൽ ഹറാമാണെന്നാണ് അതിൻ്റെ വിധി. അങ്ങനെയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. പക്ഷേ പുരുഷന്മാർ അള്ളാഹുവിൻ്റെ ഈ വലിയ കൂലി നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു നമുക്ക് അമലുകൾക്ക് മുന്നിട്ട് വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സുദ്ദീഖ് തങ്ങളോട് അന്ന് റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൻ മിൻകും തബിഅ ജനാസ, ഇന്നത്തെ ദിവസം മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് സുന്നത്ത് നോമ്പെടുത്ത ആളാരാണ്? ആരുമില്ല, സുദ്ദീഖ് തങ്ങൾ മാത്രമാണ്. അന യാ റസൂലല്ലാഹ്. മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഒരു ജനാസയുടെ കൂടെ
ഇന്ന് അനുഗമിച്ച ആൾ ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്. പിന്നെ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് സാറ മരീദൻ, ആദ മരീദൻ, ഒരു രോഗിയെ പോയി സന്ദർശിച്ചവരാരാണ്? അന യാ റസൂലല്ലാഹ്. സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞു, ഞാൻ നബിയെ. തസദ്ദഖ അലാ മിസ്കീൻ, ഒരു മിസ്കീനായ മനുഷ്യന് ദാനം ചെയ്തവരാരാ? ആരുമില്ല. അന്നത്തെ ദിവസം സിദ്ദീഖ് തങ്ങൾ മാത്രം. ഇത് 4 സിദ്ദീഖ് എന്നവരെന്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ 4 ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലിയൊരു പ്രതിഫലം അതിൻ്റെ കൂടെ കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂലിയുടെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. മൻ കാന ലഹു 3 ബനാത്തിൻ ഫസബറ അലൈഹിന്ന, മക്കളില്ലാത്തവരുണ്ടാകും, ദമ്പതിമാർ കല്യാണം കഴിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവർ. അല്ലാഹു അവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ.